മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം 25,449 പേർ ദർശനം നടത്തി. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തുമെന്ന് അറിയുന്നു. രാഹുൽ സുരേഷ് ശബരിമല സന്നിധാനത്തു നിന്നും ചേരുന്നു. രാഹുൽ, പറയൂ. SK, ഇന്നലെ മുതൽ ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടക പ്രവാഹത്തിനൊരു കുറവ് ഉണ്ടാകുമെന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒരു വിലയിരുത്തൽ. പക്ഷേ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയ ഒരു ദിനം കൂടിയാണ് ഇന്നലെ ശബരിമലയിൽ കടന്നുപോയത്. 1,02,916 പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നും അതിന് സമാനമായ സാഹചര്യമാണ്. കഴിഞ്ഞ മണിക്കൂർ വരെ 70,000-ലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തിപ്പോയത്. ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അതേസമയം ഇനി ഒരാഴ്ച മാത്രമാണ് മകരവിളക്ക് ദർശനത്തിനായി ബാക്കിയുള്ളത്. ഇതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ നിലവിൽ വരികയാണ്. വെള്ളിയാഴ്ച മുതൽ ശബരിമലയിൽ എത്തുന്ന ദർശകരെ നിയന്ത്രിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനം. അതുമാത്രമല്ല 13, 14 തീയതികളിൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട്. അതായത് 13-ന് സ്പോട്ട് ബുക്കിംഗ് 5,000-ആയും 14-ന് സ്പോട്ട് ബുക്കിംഗ് 1,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വെർച്വൽ ക്യൂ 13-ന് 50,000-ആയും 14-ന് 40,000-ആയും പരിമിതപ്പെടുത്താനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. എന്താണെങ്കിലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള കൂടുതൽ തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിൽ ശബരിമലയിലെത്തി ദർശനം നടത്തി പോകുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.